മമ്മിയുടെ സ്പെഷ്യൽ വെളുത്തുള്ളി ചതച്ച് കുടംപുളി ഇട്ട ഫിഷ് കറി. 1 കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത്. മീൻ കഴുകി വാരി വെള്ളം കളയാൻ വെക്കാം. ഒരു 4 പീസ് കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. 10 ഉള്ളി, 10 വെളുത്തുള്ളി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, 4 പച്ചമുളക് കല്ലിൽ വെച്ച് ചതച്ചെടുക്കാം. മമ്മി കല്ലിൽ വെച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ അരഞ്ഞു പോവരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇടാം. ചൂടായ വെളിച്ചെണ്ണയിൽ ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഇളക്കാം. അതിലേക്ക് 1 തണ്ട് വേപ്പിലിടുന്നു. തീ ലോ ഫ്ലെയിമിലിട്ട് ഇതൊക്കെ ഒന്ന് കളർ മാറുന്ന വരെ വഴറ്റാം. ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയും ആ വെള്ളവും കൂടി ചേർക്കാം. ഒപ്പം തന്നെ 1 സ്പൂൺ കല്ലുപ്പ് ചേർക്കാം. മമ്മി കല്ലുപ്പാണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. ആ സമയം കൊണ്ട് കുറച്ച് മീൻ നമുക്ക് വറുക്കാൻ വെക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് കുഴക്കാം. ഇത് കുക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിക്കോട്ടെ കൂടുതൽ ടേസ്റ്റ്. ഇപ്പം നമ്മുടെ മീൻകറിയുടെ മസാല നല്ല പോലെ തിളച്ചു. ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് ഇടാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് തിളപ്പിക്കാം. തീ ഓഫ് ചെയ്തു. കുറച്ച് നേരം ഇതിനെ വെറുതെ വിടാം. അങ്ങനെ മമ്മിയുടെ സ്പെഷ്യൽ വെളുത്തുള്ളി ചതച്ച ഫിഷ് കറി റെഡി. അപ്പോഴേക്കും ജോക്കുവിൻ്റെ കീബോർഡ് ക്ലാസ് കഴിഞ്ഞെത്തി. ടാറ്റാ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, നാളെ കാണാവേ.